ഭർത്താവ് ലൈംഗിക അടുപ്പത്തിലാകുന്നത് ഇഷ്ടമല്ല. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് കാമുകന് സന്ദേശമയച്ചു. മേഘാലയയിൽ ഹണിമൂണിനിടെ ഭർത്താവ് രാജ രഘുവംശിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ സോനം രഘുവംശി വിവാഹം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം കാമുകനോടൊപ്പം ചേർന്ന് ഭർത്താവിനെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടതായാണ് ഇന്ത്യ ടുഡേ ടിവിയോട് പറഞ്ഞത്. കാമുകനായ രാജ് കുശ്വാഹയുമായുള്ള ചാറ്റിൽ ഭർത്താവ് തന്നോട് അടുപ്പത്തിലാകുന്നത് തനിക്ക് ഇഷ്ടമല്ലെന്ന് സോനം പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു. ഭർത്താവിന്റെ കൊലപാതകത്തെ തുടർന്ന് ദിവസങ്ങളോളം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം തിങ്കളാഴ്ച ഉത്തർപ്രദേശിലെ ഗാസിയാപൂരിൽ കീഴടങ്ങിയ സോനം വിവാഹത്തിന് മുമ്പ് തന്നെ രാജയുമായി അകന്നു കഴിയുന്നതായി കാമുകനോട് പറഞ്ഞിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 ദിവസത്തിന് ശേഷം ഭർത്താവിനെ കൊല്ലാൻ പദ്ധതിയിടുന്നതിനെ കുറിച്ച് അവൾ രാജിനോട് ചാറ്റിൽ പറഞ്ഞതായി വൃത്തങ്ങൾ അറിയിച്ചു. രാജയെ കൊല്ലാൻ പ്രതികൾ മനഃപൂർവ്വം ദൂരെയുള്ള ഒരു സ്ഥലം തിരഞ്ഞെടുത്തുവെന്നും അവർ കൂട്ടിച്ചേർത്തു. മെയ് 10 ഇൻഡോറിൽ വെച്ച് രാജയെ വിവാഹം കഴിച്ച സോനം മെയ് 21 ഹണിമൂണിനായി മേഘാലയയിലെത്തി. ഭർത്താവ് മരിച്ചതിനു ശേഷം തിങ്കളാഴ്ച പുലർച്ചെയാണ് സോനം ഗാസിയാപൂരിൽ കീഴടങ്ങിയത്. ചിറാപുഞ്ചിക്ക് സമീപമുള്ള ഒരു കുന്നിൻ പ്രദേശത്തെ ആഴത്തിലുള്ള മലയിടുക്കിൽ രാജയെ മരിച്ച നിലയിൽ കണ്ടെത്തി. ദമ്പതികളെ കണ്ടെത്തുന്നതിനായി പ്രാദേശിക പോലീസും അധികൃതരും തിരച്ചിൽ ആരംഭിച്ചു. എന്നാൽ ഇവരെ കാണാതായതായി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. രാജയുടെ മൃതദേഹം കണ്ടെത്തിയതിനെ തുടർന്ന് അദ്ദേഹം കൊല്ലപ്പെട്ടിരിക്കാമെന്ന് ഷില്ലോങ് പോലീസ് പറഞ്ഞു. അദ്ദേഹം ഒരു അപകടത്തിൽപ്പെട്ടെന്നോ മറ്റേതെങ്കിലും ദൗർഭാഗ്യകരമായ സംഭവത്തിന് ഇരയായെന്നോ ഉള്ള ഊഹാപോഹങ്ങൾ പോലീസ് തള്ളിക്കളഞ്ഞു. രാജയെ കൊലപ്പെടുത്താൻ താൻ കരാർ തൊഴിലാളികളെ വാടകയ്ക്കെടുത്തിരുന്നതായി സോനം ഉത്തർപ്രദേശ് പോലീസിൽ കീഴടങ്ങിയ ശേഷം സമ്മതിച്ചു. ഭർത്താവിനെ കൊലപ്പെടുത്തിയ കേസിൽ സോനത്തിന് നേരിട്ട് ബന്ധമുണ്ടായിരുന്ന രാജ് കുശ്വാഹ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തു. കുശ്വാഹയെ കൂടാതെ രാജയെ കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ മറ്റു 3 പേർ ആകാശ് രാജ്പുത്, വികാസ് എന്ന വിക്കി, ആനന്ദ് എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞു. തിങ്കളാഴ്ചത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രാജയുടെ ശരീരത്തിൽ 1-ലധികം മൂർച്ചയുള്ള പരിക്കുകൾ പറ്റിയിട്ടുണ്ടെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. 2 പ്രധാന മുറിവുകളിൽ ഒന്ന് തലയുടെ മുൻവശത്തും മറ്റൊന്ന് പിറകിലുമാണ്.